മോർണിംഗിൽ എസ്ട്രല്ല ഡൊമാറിലെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ ജ്യൂസും ഡീടോക്സ് വാട്ടറും ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല പ്ലേറ്റ് എടുക്കുക. ആദ്യം പോകുന്നത് സാലഡ് സെഷനിലോട്ടാണ്. സാലഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൊമാറ്റോയും ക്യാരറ്റും കുക്കുംബറും മുളപ്പിച്ച പയറും അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അതിന് വേണ്ടി മാത്രമായിട്ട്. അതിനുശേഷം നേരെ നമുക്ക് കട്ട് ഫ്രൂട്ട്സിൽ പോകാം. അതിൽ വാട്ടർ മെലണും പപ്പായയും ബനാനയും ഉണ്ട്. അതിനുശേഷം ഒണിയൻ പക്വാടയുണ്ട്. പിന്നെ മെയിൻ കോഴ്സിലോട്ട് നമ്മുടെ പാസ്ത ഉണ്ടായിരുന്നു, വെജ് ഉപ്മാ ഉണ്ടായിരുന്നു, പിന്നെ ഊത്തപ്പം, ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കറികൾ എന്ന് പറയുമ്പോൾ നോർമൽ സാമ്പാറും പിന്നെ ജെയിൻ ചോള, നമ്മുടെ ബട്ടൂരയുടെ ചോള ഉണ്ടായിരുന്നു. പിന്നെ പാസ്തയ്ക്കുള്ള പാസ്ത കറി ഉണ്ടായിരുന്നു. പിന്നെ ചട്നീസ് ആയിരുന്നു, 3 വെറൈറ്റി ചട്നീസ് ഉണ്ടായിരുന്നു. നേരെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ടീ സെക്ഷനാണ്. ടീയോ കോഫിയോ മിൽക്കോ എന്ത് വേണം നമുക്ക് എടുക്കാം. ബിസ്ക്കറ്റ്സും കുക്കീസൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇത് ബട്ടൂര സെക്ഷനായിരുന്നു. പിന്നെ ഇത് ബ്രെഡ്, 2 വെറൈറ്റി ബ്രെഡ് ഉണ്ടായിരുന്നു. ജാം, ഹണി, ബട്ടർ, അങ്ങനെ ഏത് വേണം നമുക്ക് എടുക്കാം. കുറച്ച് മഫിൻസും കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രാവിലെ നല്ല പീസ്ഫുള്ളാട്ടെ, കുറച്ച് മ്യൂസിക് ഉണ്ട് കേട്ടോ. ഈ മ്യൂസിക്കൊക്കെ കേട്ടും കൊണ്ട് ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇതാ ലാസ്റ്റ് അടുത്ത ലൈവ് ഓംലെറ്റ് സെഷനാണ്. നോൺ വെജിൽ രാവിലെ ഇവിടെ കിട്ടുന്ന ഓംലെറ്റ് മാത്രമാണ്. ചീസി ഓംലെറ്റും മസാല ഓംലെറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ 2 ചീസി മസാല ഓംലെറ്റാണ് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് ഉള്ളത് കോൺഫ്ലേക്സും ചോക്കോസും വീറ്റ് ഫ്ലേക്സും ആയിരുന്നു. ഇത്രയുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പാസ്തയായിരുന്നു. പാസ്ത ഞാൻ ക്രീം പാസ്തയായിരുന്നു. സൂപ്പറാണോ? ഓക്കെയാണോ? ആവറേജ് ആണോ? ഒരു രക്ഷയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗോവയിൽ വന്നതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നായിരുന്നു.